നമുക്ക് ഇടുക്കി ജില്ലയിലേക്കൊന്ന് പോവാം. ഇടുക്കിയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളുമായി ചേരുന്ന പ്രിൻസ് ആണ്. പ്രിൻസ്, ഇടുക്കി ജില്ലയിൽ മലങ്കര, കല്ലാർകുട്ടി, പാംബ്ള ഡാമുകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇടുക്കി ജില്ല നമുക്കറിയാം, ഇങ്ങനെ ഡാമുകൾ തുറക്കുന്നതൊക്കെ നമ്മൾ എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്ന ഒന്നാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ സാഹചര്യങ്ങൾ എത്രത്തോളമാണ്? നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അവിടെ? തീർച്ചയായും കഴിഞ്ഞ രാത്രി അതിശക്തമായ മഴയാണ് ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ പെയ്തത്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ, രാമക്കൽമേട്, നെടുങ്കണ്ടം, അടിമാലി, ഒപ്പം തങ്കമണി, ചേർച്ചൂട്, വണ്ണപ്പുറം പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിച്ചു. തൊടുപുഴ മേഖലകളിലുമൊക്കെ ശക്തമായ മഴ ലഭിച്ചു. എന്നാൽ പുലർച്ചെയോടെ ഏകദേശം 5 മണിക്ക് ശേഷമൊക്കെ മഴ ശക്തി കുറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഇന്നലത്തെ കഴിഞ്ഞ രാത്രിയിലെ അതിശക്തമായ മഴയിൽ തങ്കമണി പാറക്കടവിന് സമീപം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. രാമക്കൽമേടിൽ വീടുകളിൽ സമീപത്തേക്ക് വെള്ളം കയറിയ അവസ്ഥയുണ്ടായി. പാറക്കടവിൽ ഈ വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായതോടെ നാട്ടുകാരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും ഇന്നലെ കഴിഞ്ഞ രാത്രിയിലെ മഴയിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം കട്ടപ്പന ചെറുതോണി പാതയിൽ കാൽപരിമണ്ണിന് സമീപവും വണ്ണപ്പുറം ചേർച്ചൂട് പാതയിൽ കീരിത്തോട്ട് സമീപവും മണ്ണിടിഞ്ഞ് വീണ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഇന്നലെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് നിന്നും മണ്ണും മരങ്ങളും ഒക്കെ നീക്കം ചെയ്ത് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ദേശീയപാതയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി നേര്യമംഗലം മേഖലയിൽ ഇന്നലെ കഴിഞ്ഞ രാത്രി ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിലാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ജാഗ്രത ജില്ലയിൽ കഴിഞ്ഞ ദിവസവും ഒക്കെ പുലർത്തിയിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ മുൻ ദിവസങ്ങളിലൊക്കെ കട്ടപ്പന പാതയിലും വാഗമൺ കുട്ടിക്കോയി പാതയിലുമൊക്കെ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗത തടസ്സം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിശക്തമായ ഒരു നിരീക്ഷണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ ലഭിച്ചത്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തി മേഖലകളിലായ പ്രധാന പാതകളായ നെടുങ്കണ്ടം, കമ്പം, കുമളി, കമ്പം പാതയിലൊക്കെ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിൽ ഈ സമാനമായ കൂടുതൽ മഴ കൂടി ഈ പ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും രാമക്കൽമേടും പോലെയുള്ള മേഖലകളിൽ ഇന്നലെ രാത്രിയിൽ അതിശക്തമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നും നിലവിൽ ഇടുക്കിയിലില്ല എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. എങ്കിലും ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ വിനോദസഞ്ചാരത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരുകയാണ്. രാത്രികാല യാത്രകൾക്കൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം രാത്രികാല യാത്ര പരമാവധി ഒഴിവാക്കണമെന്നൊക്കെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഡാമുകളുടെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ മലങ്കര, കല്ലാർകുട്ടി, പാംബ്ള ഡാമുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാർ, കല്ലാർ ഡാമുകളിൽ നിന്ന് കല്ലാർ ഡാമുകൾ റെഡ് അലർട്ടിലാണ്. കല്ലാർ ഡാം കഴിഞ്ഞ ദിവസം തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡാമുകൾ ഇപ്പോഴും റെഡ് അലർട്ടിൽ നിലനിൽക്കുകയാണ്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ 50 സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതായത് 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. എന്നാൽ ഈ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. 150 സെന്റിമീറ്റർ വരെ ഉയർത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും പ്രത്യേകിച്ചും തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകൾ റെഡ് അലർട്ട് നിലയിലേക്ക് എത്തിയിരുന്നതിനാൽ കഴിഞ്ഞ രാത്രിയിൽ ഇത്തരത്തിൽ ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ കൂടുതൽ വെള്ളം, അതായത് 150 സെന്റിമീറ്റർ വീതം ഉയർത്തി കൂടുതൽ വെള്ളം തൊടുപുഴ ആറിലേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മറ്റു ഡാമുകളിലും കല്ലാർകുട്ടി ഡാമുകളിലും പാംബ്ള ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. ഇരട്ടയാർ ഡാമുകളും പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുന്നു. ഒപ്പം മറ്റു ചെറുകിട ഡാമുകളായ പൊന്മുടി, ആനയിറങ്കൽ തുടങ്ങിയ ഡാമുകളിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെ ആയ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ആശങ്കാജനകമല്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സമയത്ത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഉള്ളതിനേക്കാൾ കുറവ് വെള്ളം മാത്രമാണ് നിലവിൽ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളിലെ നിലവിൽ ജലനിരപ്പ് ആശങ്കാജനകമല്ല. എങ്കിലും ഈ അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് ശക്തമായി വർദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിൽ ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും വൈദ്യുതി പ്രതിസന്ധിയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ശമനമിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രകൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ മുസ്തഫ എഴുമൽ യൂട്യൂബ് ചാനലിൽ നമുക്ക് കമന്റ് ചെയ്തിരിക്കുകയാണ്.
ജനങ്ങളെ എത്രയും പെട്ടെന്ന് ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം. അപകടം വന്നതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുവരെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നല്ല രീതിക്ക് നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.